ഇനി നാട്ടുവർത്തമാനത്തിലേക്ക്. കാന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. 26ഓളം കാട്ടാനകളാണ് ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്നത്. ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാന്തല്ലൂർ പെരുമലയിൽ കഴിഞ്ഞ ദിവസം എത്തിയത് 25ലധികം കാട്ടാനകളാണ്. അർദ്ധരാത്രിയിലെത്തിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ പൂർണ്ണമായും നശിപ്പിച്ചു. വാഴ, ബീൻസ്, ക്യാബേജ്, വെളുത്തുള്ളി തുടങ്ങിയ വിളകളാണ് നശിപ്പിച്ചത്. സാധാരണ നേരം പുലരുമ്പോൾ കാട് കയറുന്നതാണ് പതിവെങ്കിൽ ഇത്തവണ പകൽ സമയത്തും ഗ്രാമത്തിന്റെ വിവിധയിടങ്ങളിൽ ആനക്കൂട്ടം കറങ്ങി. ആനകളെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗ്രാമവാസികൾ. വേനലിന്റെ ആരംഭം മുതൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം വെട്ടുകാട്, കീഴാത്തൂർ, കാന്തല്ലൂർ, അടിവയൽ, കുളച്ചുവയൽ, പെരുമല തുടങ്ങിയ ഗ്രാമങ്ങളിൽ വ്യാപക നാശം വിതയ്ക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. വേനൽ കടുത്തതാണ് ആനകൾ കൂട്ടമായി എത്താൻ കാരണമെന്ന് കരുതുന്നു. കാട്ടാന ശല്യം രൂക്ഷമായതോടെ വനംവകുപ്പ് വാച്ചർമാരെ വനാതിർത്തിയിൽ നിയോഗിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കാന്തല്ലൂർ. മൂന്നാറിലെ പൊതു ശൌചാലയങ്ങൾ തുറക്കാൻ അനുമതി തേടി മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹൈക്കോടതിയിൽ. നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനുമതി നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല എന്നാണ് ആരോപണം. മൂന്നാർ പഞ്ചായത്ത് നിർമ്മിച്ച പൊതു ശൌചാലയങ്ങൾ തുറക്കുന്നതിന് റവന്യൂ വകുപ്പ് അനുമതി നൽകുന്നില്ലെന്നാണ് പരാതി. ദേവികുളം സബ് കളക്ടർ അനുമതി നിഷേധിക്കുന്നുവെന്നാണ് ആരോപണം. എന്നാൽ അനുമതി നൽകേണ്ടത് ജില്ലാ കളക്ടറാണെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസമാണ് നിർമ്മാണങ്ങൾക്ക് അനുമതി തേടി പഞ്ചായത്ത് സെക്രട്ടറി സബ് കളക്ടർക്ക് അപേക്ഷ നൽകിയത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട പദ്ധതികൾക്ക് നിർമ്മാണാനുമതി വേണമെന്നാണ് പഞ്ചായത്തിന്റെ ആവശ്യം. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നതാൽ റവന്യൂ വകുപ്പ് NOC നൽകുന്നില്ല. തടസ്സം നീക്കാൻ പഞ്ചായത്ത് അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുഴുപണിയും പൂർത്തീകരിച്ച് നാളെ വേണമെങ്കിലും തുറക്കാം. തുറക്കത്തക്ക രീതിയിൽ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈദ്യുതി കിട്ടിയാൽ നാളെ തന്നെ തുറന്ന് പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള സമയത്താണ് ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ കമ്പനിക്കാരൻ തരില്ല, NOC വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പഞ്ചായത്ത് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് സന്ദർശകരാണ് ഓരോ സീസണിലും മൂന്നാറിലെത്തുന്നത്. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന പൊതു ശൗചാലയങ്ങൾ തുറന്നു നൽകണമെന്നതാണ് പ്രദേശവാസികളുടെയും ആവശ്യം. കഴിഞ്ഞ 5 വർഷക്കാലമായി മൂന്നാർ നിവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ പോലുമുള്ള കംഫോർട്ട് സ്റ്റേഷൻ മൂന്നാറിൽ അടഞ്ഞു കിടക്കുകയാണ്. നിലവിൽ പഞ്ചായത്തിന്റെ മുഴുവൻ നിർമ്മാണങ്ങൾക്കും റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചതിനാൽ ഒരു പ്രവൃത്തിയും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 മൂന്നാർ. ഗുരുവായൂർ ആളൂർ കദളിച്ചിറ നാശത്തിന്റെ വക്കിൽ. വെള്ളമില്ലാതെ പുല്ലും ചെളിയും നിറഞ്ഞ അവസ്ഥയിലാണ് നിലവിൽ ചിറ. ആളൂർ പഞ്ചായത്തിന്റെ പകുതിയിലേറെ പ്രദേശത്തേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് ഈ ചിറയെ ആശ്രയിച്ചാണ്. ചെളിയും പുല്ലും നിറഞ്ഞ കുളത്തിന്റെ ഒരു ഭാഗം വൃത്തിയാക്കിയാണ് കുടിവെള്ള പദ്ധതിക്കായി കിണറും പമ്പ് ഹൗസും നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്തുകൂടി കടന്നുപോകുന്ന കനാലിനെ ആശ്രയിച്ചാണ് ചിറയിലെ ജലനിരപ്പ് ഉയരുന്നത്. അടിത്തട്ടിൽ ചെളി നിറഞ്ഞതിനാൽ ലിഫ്റ്റ് ഇറിഗേഷൻ മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ചിറയിലെ ജലവിധാനം പെട്ടെന്ന് താഴും. ഇതനുസരിച്ച് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും ജലനിരപ്പ് താഴുമെന്നതിനാൽ കനാലിൽ വെള്ളമുള്ളപ്പോൾ മാത്രമേ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രവർത്തിപ്പിക്കാനാകൂ. ചിറ വൃത്തിയാക്കിയാൽ വേനൽക്കാലത്ത് സമൃദ്ധമായി വെള്ളം ലഭിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും ചെയ്താൽ നല്ലതാണ്. പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ആവശ്യമുള്ളതാണ്, നമുക്ക് ഉപകാരപ്പെടും. വർഷങ്ങളായി തരിശു കിടക്കുന്ന ചിറ എത്രയും വേഗം ശുചീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ആളൂർ. സംസ്ഥാനത്തെ റേഷൻ കടകൾ മുഖം മിനുക്കുന്നു. വെള്ള, ചുവപ്പ്, മഞ്ഞ നിറങ്ങൾ നൽകിയാണ് റേഷൻ കടകൾക്ക് ഏകീകൃത കളർ കോഡ് സർക്കാർ ഏർപ്പെടുത്തിയത്. അതാത് മേഖലകളിലെ റേഷൻ കടകൾ ഇനി ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാനാകുമെന്നതാണ് പുതിയ പരിഷ്കാരത്തിന്റെ പ്രത്യേകത. സംസ്ഥാനത്തെ 14,335 റേഷൻ കടകൾക്കും ഇനി ഒരേ കളർ കോഡായിരിക്കും. റേഷൻ കടകൾക്ക് ഒരേ നിറം നൽകാനുള്ള സർക്കാർ തീരുമാനം ഏറെക്കുറെ പൂർത്തിയായി. വെള്ള, ചുവപ്പ്, മഞ്ഞ നിറങ്ങൾ നൽകിയാണ് റേഷൻ കടകൾ ഒന്നാകെ നവീകരിക്കുന്നത്. സംസ്ഥാനത്ത് എവിടെയുമുള്ള റേഷൻ കടകൾ ഇനി ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാനാകുമെന്നാണ് പുതിയ പരിഷ്കാരത്തിന്റെ പ്രത്യേകത. എല്ലാ കടകളും നവീകരണ പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 14,530 റേഷൻ കടകളും പെയിന്റ് അടിച്ച് ഒരേ രീതിയിൽ യൂണിഫോമിലാക്കി തീർത്തിരിക്കുകയാണ്. എവിടെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും റേഷൻ കട ഏതാണെന്ന് തിരിച്ചറിയാനും ഏറ്റവും എളുപ്പം ഭംഗിയായിട്ട് റേഷൻ ഡിപ്പോകൾ സൂക്ഷിക്കുന്നതിനൊരു കൂടി ചുവടുവെപ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് റേഷൻ കടകൾ നവീകരിച്ചത്. കടകളുടെ നെയിം ബോർഡ്, സ്റ്റോക്ക് ബോർഡ് എന്നിവയും ഇനി മുതൽ ഓരോ നിറമായിരിക്കും. ജില്ലയിൽ മാത്രം 702 റേഷൻ കടകൾ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്.
അതേസമയം കട നവീകരണത്തിനായി സർക്കാർ നൽകുമെന്നറിയിച്ചിരുന്ന 2500 രൂപ ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുകയാണെന്ന പരാതി കടയുടമകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പുനലൂർ തൊളിക്കോട് പരവട്ടത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ പൂന്തോട്ടം ഒരുക്കുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലെ മലിനജലം ശേഖരിച്ചിരുന്ന പാടത്താണ് പൂന്തോട്ടം നിർമ്മിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ശുദ്ധീകരണം കഴിഞ്ഞ് പുറന്തള്ളുന്ന മലിനജലം ശേഖരിക്കുന്ന തടാകമാണ് സ്ലഗ് ലഗൂൺ. ഇതിനായി 9 ഏക്കർ വിസ്തൃതിയിലുള്ള വയലാണ് തടാകമാക്കി മാറ്റിയിരിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിന് സമീപത്തുള്ള തടാകം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായിരുന്നു. കൊതുക് ശല്യവും രൂക്ഷമായിരുന്നു. പൊറുതിമുട്ടിയ നാട്ടുകാർ നിരന്തരം പരാതി ഉന്നയിച്ചതോടെയാണ് നഗരസഭ പൂന്തോട്ടം പദ്ധതി ആവിഷ്കരിച്ചത്. ജനങ്ങളുടെ ഒരു പ്രതിഷേധം ദീർഘകാലമായി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇലക്ഷന് മുമ്പ് തന്നെ ബഹുമാനായ പുനലൂരിൻ്റെ MLAയും സംസ്ഥാന വനമന്യ വകുപ്പ് മന്ത്രിയും കൂടിയായ ശ്രീ രാജ് സാറിൻ്റെ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാമെന്ന് അറിയിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ പദ്ധതിയായി ബന്ധപ്പെട്ട് നഗരസഭ മുന്നോട്ട് പോവുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലാണ് സ്ഥലം. പൂന്തോട്ട നിർമ്മാണത്തിനായി സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. MLA ഫണ്ട് ഉപയോഗിച്ചാണ് പൂന്തോട്ട നിർമ്മാണം ഉടൻ തുടങ്ങും. ന്യൂസ് 18 പുനലൂർ. പട്ടാമ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. അടുത്ത അധ്യയന വർഷത്തെ മുന്നിൽ കണ്ടാണ് തൊഴിലാളികൾക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഉപജില്ലാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നായി 70-ലധികം പാചക തൊഴിലാളികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. അടുത്ത അധ്യയന വർഷം മുന്നിൽ കണ്ടാണ് പാചക മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചും ക്ലാസുകൾ നടന്നത്. പട്ടാമ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചത്. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക ഇതൊരു ജോലിയായിട്ട് നിങ്ങൾ കാണരുത്. ഇത് ജോലിയല്ല, ഇതൊരു പുണ്യമാണ്. ഇതൊരു പുണ്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വേതനത്തെക്കാൾ വരും നിങ്ങൾക്ക് കിട്ടുന്ന ജീവിതത്തിൽ കിട്ടുന്ന പാചകം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ സിദ്ദിഖ് പാചക സുരക്ഷയെക്കുറിച്ച് ക്ലാസ് നയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. പ്രളയത്തിൽ ഒറ്റപ്പെട്ട ഇടുക്കി വിമലഗിരി ഒട്ടലാങ്കൽപ്പടി ഗ്രാമവാസികളുടെ ദുരിതത്തിന് പരിഹാരമായില്ല. പെരിയാറിന് കുറുകെയുള്ള പാലവും ഗ്രാമത്തിലേക്കുള്ള റോഡും ഒലിച്ചുപോയതോടെ 100-ലധികം കുടുംബങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത്. പ്രളയത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഗ്രാമത്തിലേക്കുള്ള റോഡ് ടാർ ചെയ്തത്. ചെറുതോണി അണക്കെട്ട് തുറന്നുവിട്ടതോടെ പെരിയാറിലെ കുത്തൊഴുക്കിൽ റോഡും പാലവും ഒലിച്ചുപോയി. ഇതോടെ ഇടുക്കി വിമലഗിരി ഒട്ടാലങ്കൽപ്പടി നിവാസികൾ യാത്രാദുരിതത്തിലായി. 100-ലധികം കുടുംബങ്ങൾക്കുള്ള ഏക യാത്രാമാർഗം ഒരു തടിപ്പാലം മാത്രമാണ്. ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡ് ഈ പ്രളയം വന്ന് പിന്നെ മഴവെള്ള പാച്ചിലിൽ റോഡ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇതിൽ നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിദ്യാർത്ഥികളും രോഗികളുമാണ് ഏറെ പ്രയാസം അനുഭവിക്കുന്നത്. ഞങ്ങൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ എന്നും ഇതുവഴിയായിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഡാം തുറന്നു വിടുന്നതിന് മുമ്പ്. ഡാം തുറന്നു വിട്ടതിന് ശേഷം ഇതുവഴി എങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാലവർഷത്തിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യാതൊരു നടപടിയും എടുക്കാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 വിമലഗിരി. പ്രളയത്തിൽ ഒലിച്ചുപോയ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ ആനവിരട്ടി പാടശേഖരം വീണ്ടും കതിരണിയുന്നു. പാടത്ത് മൂടിയ കല്ലും മണ്ണും നീക്കം ചെയ്ത് കൃഷിയോഗ്യമാക്കി. മടവീഴ്ച ഉണ്ടാവാതെ കൈത്തോടിന് സമീപം സംരക്ഷണ ഭിത്തി തീർക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് ആനവിരട്ടി. 15 ഏക്കറോളം പാടത്താണ് 35ഓളം കർഷകർ കൃഷി ഇറക്കിയിരിക്കുന്നത്. പ്രളയത്തിൽ കൃഷിയിടം നശിച്ചു. മണ്ണുവന്ന് മൂടിയ പാടത്തുനിന്ന് അവ നീക്കം ചെയ്ത് വരമ്പ് മുറിച്ച് വീണ്ടും വിത്തിറക്കാൻ ഒരുങ്ങുകയാണ് ആനവിരട്ടിയിലെ കർഷകർ. അടുത്ത മഴക്കാലത്തിന് മുൻപ് സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തോട്ടിൽ നിന്ന് മട വീണ് വെള്ളം കയറാതിരിക്കാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം. 2-3 ഇടങ്ങളിലായിട്ട് തോടിന്റെ സൈഡ് പൊട്ടി കണ്ടത്തിലേക്ക് വെള്ളം കയറി 10-15 ഏക്കറോളം വരുന്ന കണ്ടം മുഴുവൻ താറുമാറായി മണ്ണും മണലും ഒക്കെ കയറി നശിച്ചു. തോടിൻ്റെ പുറഭാഗം സംരക്ഷണ ഭിത്തി ശരിക്കും ഒരു 2 മീറ്റർ പൊക്കത്തിൽ കെട്ടി കരിങ്കല്ല് കൊണ്ട് കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ അടുത്ത വർഷവും ഈ വർഷം ഉണ്ടായ പോലെ തന്നെയുള്ള അനുഭവം ഞങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കൈത്തോടിനെയും പാടത്തെയും തമ്മിൽ വേർതിരിക്കുന്ന നടപ്പുവഴി ഇടിഞ്ഞുപോയതിനെ തുടർന്നാണ് കല്ലും മണ്ണും വീണ് പാടം മൂടിപ്പോയത്. ഏതാനും മീറ്റർ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിലും ശേഷിക്കുന്ന ഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറി കൃഷി നശിക്കാം. കർഷകരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് പാടം കൃഷിയോഗ്യമാക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. പാടം കൃഷിക്ക് തയ്യാറാക്കിയെങ്കിലും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ കർഷകർക്ക് ആശങ്കയുണ്ട്. ന്യൂസ് 18 ഇടുക്കി.
സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് തുടരുന്നു. ഇന്ന് 10 ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. രാവിലെ 11 മുതൽ വൈകുന്നേരം 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ഇനി കാർഷിക കേരളം. കടുത്ത വേനലിലും പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്യുകയാണ് പുനലൂർ വെട്ടിക്കവല സ്വദേശി ചന്ദ്രബാബു. കോവലും കുമ്പളവും ചീരയുമാണ് 70 സെന്റിലെ പ്രധാന കൃഷി. വെട്ടിക്കവല ചക്കുവരയ്ക്കൽ കാര്യോട്ട് 70 സെന്റ് സ്ഥലത്താണ് ചന്ദ്രബാബുവിന്റെ പച്ചക്കറി കൃഷി. കനത്ത ചൂടിലും കോവലും പാവലും കുമ്പളവും ചീരയും പയറുമെല്ലാം ഇവിടെ സമൃദ്ധമായി വളരുന്നു. ചാണകപ്പൊടിയും ഗോമൂത്രവും എല്ലുപൊടിയും പച്ചിലവളവുമാണ് ചന്ദ്രബാബു കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ചാണകം കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. ചാണകം അല്ലാതെ കൃഷി ചെയ്യത്തില്ല. എങ്കിലും ജൈവ കൃഷി ആവത്തുള്ളൂ. സ്വന്തമായിട്ടുള്ള അധ്വാനം കൊണ്ടാണ് പിടിച്ചു നിന്ന് മുമ്പോട്ട് പോകുന്നു. കൃഷിയിടത്തിൽ നേരിട്ടും വാളകം, ചേത്തടി, എഴുകോൺ എന്നീ വിപണി വഴിയുമാണ് വിൽപ്പന. കൃഷിയുടെ ഓരോ ഘട്ടത്തിലും കൃഷിഭവന്റെ കൃത്യമായ നിർദ്ദേശവും ഈ കർഷകന് ലഭിക്കുന്നുണ്ട്. നമ്മൾ സബ്സിഡി ഇനത്തിൽ ഫാമേഴ്സിന് ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും പറഞ്ഞാൽ ഫാമേഴ്സിന് നല്ല താല്പര്യമാണ് പച്ചക്കറി കൃഷിയോട്. അപ്പം ഇത് കൂടുതൽ സ്ഥലത്ത് വ്യാപിപ്പിക്കാനായിട്ടുള്ള ശ്രമവും നമ്മൾ കൃഷി വകുപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ട് വരും. അതുപോലെ ടെറസിൽ പച്ചക്കറി കൃഷിയും നമ്മൾ വസ്തു ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. കൃഷിയിടത്തിന് സമീപത്ത് കനാൽ ഉള്ളതിനാൽ വേനലിലും വെള്ളം സുലഭമാണ്. ന്യൂസ് 18 പുനലൂർ. വേനലിൽ വലഞ്ഞ ഹൈറേഞ്ചിലെ ക്ഷീരകർഷകരും തീറ്റപ്പുല്ലിന്റെ ലഭ്യത കുറഞ്ഞതോടെ കാലിത്തീറ്റയ്ക്കായി കൂടുതൽ തുക ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. കടുത്ത വേനൽ കാർഷിക മേഖലയ്ക്കെന്ന പോലെ ക്ഷീരമേഖലയ്ക്കും തിരിച്ചടിയാവുകയാണ്. കാലിത്തീറ്റയുടെ അടിക്കടിയുള്ള വിലവർധനവിനൊപ്പം തീറ്റപ്പുല്ലിന്റെ ലഭ്യതക്കുറവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കാലിത്തീറ്റയുടെ അളവ് കൂട്ടുന്നത് സാമ്പത്തിക ബാധ്യതയ്ക്കിടയാക്കുന്നതായി കർഷകർ പറയുന്നു. കാർഷിക മേഖലയിലുണ്ടാകുന്ന ക്ഷീണം മറികടക്കാൻ ക്ഷീരമേഖലയായിരുന്നു പല കർഷകരും ആശ്രയിച്ചിരുന്നത്. കാലിത്തീറ്റയ്ക്ക് കാലകാലങ്ങളായി വില വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷീരകർഷകർ കടുത്തൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർക്കാർ നിലയിൽ സബ്സിഡി കൊടുക്കുകയോ അല്ലെങ്കിൽ പാലിന് അതിന് ആനുപാതികമായ വില വർദ്ധിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ക്ഷീരകർഷകർ പിടിച്ചിരിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്വര നടപടി വേണ്ടപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2 തവണയായി 50ഓളം രൂപയാണ് കാലിത്തീറ്റയ്ക്ക് വർദ്ധിച്ചത്. ഒരു ചാക്കിന് 1025 രൂപ മുതൽ 1250 രൂപ വരെയാണ് കാലിത്തീറ്റയുടെ ശരാശരി വില. ചൂടേറിയതോടെ പാലുൽപാദനത്തിലും കുറവ് സംഭവിച്ചു. ചിലവിനാനുപാതികമായ വരവ് കാലിവളർത്തലിൽ നിന്നും ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ചെറുപ്പളശ്ശേരി പീഡന കേസിൽ അറസ്റ്റിലായ പ്രതിയെ ഇന്ന് ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ അറസ്റ്റിലായ പ്രതിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് DNA പരിശോധനയ്ക്ക് സാമ്പിൾ ശേഖരിച്ചു. മൊഴിയിലെ വൈരുദ്ധ്യം മൂലം പീഡനം നടന്ന സ്ഥലത്തെക്കുറിച്ച് വ്യക്തത വരുത്താൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ടാണ് ചെറുപ്പളശ്ശേരി പീഡനക്കേസിലെ പ്രതി പ്രകാശിനെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രതിയിൽ നിന്ന് DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരിച്ചു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് ഉച്ചയോടെ പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കും. DNA പരിശോധനാ ഫലം കൂടി കിട്ടിയ ശേഷമാകും അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുക. അതേസമയം പാർട്ടി ഓഫീസിലേക്കോ SFI ഓഫീസിലേക്കോ പെൺകുട്ടിയുമായി ഒരിക്കൽ പോലും പോയിട്ടില്ലെന്ന നിലപാടിലാണ് പ്രകാശൻ. സംഭവത്തെക്കുറിച്ച് യുവതി പോലീസിന് നൽകിയ മൊഴിയിലും കോടതിയിൽ നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. ഇതിൽ വ്യക്തത വരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പരാതിക്കാരിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയും. രഹസ്യമൊഴിയുടെ പകർപ്പ് കിട്ടിയ ശേഷം വസ്തുതാ പരിശോധന നടത്തി പതുക്കെ മതി അറസ്റ്റ് എന്ന നിലപാടിലായിരുന്നു ആദ്യം അന്വേഷണ സംഘം. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ പോലീസിനെതിരെ രംഗത്ത് വന്നതും നടപടികൾ വൈകിക്കേണ്ടെന്ന ഭരണപക്ഷത്തിന്റെ നിർദ്ദേശവും അറസ്റ്റിന് കാരണമായി. ന്യൂസ് 18 പാലക്കാട്. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ എങ്ങും തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങളും ചൂടുപിടിച്ചു. 4 ആൾ കൂടുന്നിടത്തൊക്കെ വോട്ടും സ്ഥാനാർത്ഥിയുമൊക്കെ തന്നെ ചർച്ചകൾ. ആറ്റിങ്ങൽ മാർക്കറ്റിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി VR കാർത്തിക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശക്തമായ ത്രികോണ മത്സരത്തിന് ആറ്റിങ്ങലിൽ അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥികളും സജീവമായി. എങ്ങും തെരഞ്ഞെടുപ്പാണ് ചർച്ച. കടനംകുളം മാർക്കറ്റിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എന്തൊക്കെയെന്ന് നോക്കാം.
ഒരു മാറ്റത്തിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എപ്പോഴും. തെരഞ്ഞെടുപ്പ് ഒക്കെ ആയി ചൂട് പിടിക്കുകയാണ്. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ? കുഴപ്പമില്ല. ആര് ജയിക്കും? അത് പറയാൻ പറ്റില്ല. നമുക്കൊന്നും പറയാൻ പറ്റൂല തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന്. എല്ലാം പടച്ചോന്റെ ഇതാണ്. ജയിച്ചാൽ കൊള്ളാം അവര്. സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളൊക്കെ കൊള്ളാം. വന്ന സ്ഥാനാർത്ഥികളൊക്കെ കൊള്ളാം. ഒരു കുഴപ്പമില്ല. ജയിക്കണവര് നാട്ടിൽ നല്ലത് ചെയ്യണം. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ജയിച്ചാൽ ജീവാരിക്കണ്ടെങ്കിൽ പോകരുത്, പിന്നെ കിട്ടൂല. ഇത്തവണ ഒരു നല്ല പോരാട്ടമാണോ? ആര് ജയിക്കുന്നല്ലോ പറയാൻ പറ്റൂല. മക്കളെ മോളിലിരിക്കണ ഒരാളിന് മാത്രമേ അറിയാൻ പറ്റൂ. മക്കൾക്ക് എനിക്കാ മറ്റുള്ളവർക്ക് ആർക്കും അറിയാൻ പറ്റൂല. ആറ്റിങ്ങിൽ നല്ല മത്സരം നടക്കും. നടക്കും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം വോട്ടും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് കൊണ്ടുപോകും. നമ്മുടെ ചിഹ്ന കൈയാണ്. നമ്മുടെ അരിക്കലും വില കുറയും സാധനത്തിന്. വോട്ടഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം VR കാർത്തിക്, News 18. കോട്ടയം തിരുനക്കര പൂരവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേദിയാക്കി സ്ഥാനാർത്ഥികൾ. തിരുനക്കര പൂരത്തിനെത്തിയ വൻ ജനക്കൂട്ടത്തിനോട് വോട്ട് ചോദിക്കാൻ കിട്ടിയ അവസരം സ്ഥാനാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തി. ഇത്തവണത്തെ തിരുനക്കര പൂരം സ്ഥാനാർത്ഥികളുടെ പ്രചരണ വേദി കൂടിയായി മാറി. പൂരത്തിനെത്തിയ ജനക്കൂട്ടത്തോട് വോട്ട് തേടാനുള്ള അവസരം സ്ഥാനാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തി. വോട്ട് ചോദിക്കാനെത്തിയതല്ലെന്നും പൂരം കാണുകയാണ് ലക്ഷ്യമെന്നും ഇടത് സ്ഥാനാർത്ഥി VN വാസവൻ. സ്ഥാനാർത്ഥിയായിട്ട് വന്നതല്ല, മറിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ എല്ലാ കാലഘട്ടത്തിലും സ്വീകരിക്കുന്ന ഉത്സവങ്ങൾ, അത് ഉത്സവമായിരുന്നാലും പെരുന്നാളായിരുന്നാലും മോസ്കിലെ പരിപാടിയായിരുന്നാലും എല്ലാത്തിലും ഞാൻ സഹകരിക്കാറുണ്ട്. NDA സ്ഥാനാർത്ഥി PC തോമസിന് പൂരം തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ജയിച്ചാൽ പാർലമെന്റിൽ ഉന്നയിക്കുന്ന ആദ്യ വിഷയം തിരുനക്കര പൂരമാകുമെന്ന് PC തോമസ്. ഈ വിഷയം കോട്ടയത്തിന്റെ പൂരം എന്നുള്ളത് ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. പാലാ കടുത്തുരുത്തി മണ്ഡലം കൺവെൻഷനുകളിലെ തിരക്കിലായിരുന്നു UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. എന്നാൽ ആ തിരക്കിനിടയിലും പൂരത്തിരക്കിലേക്ക് എത്തി തോമസ് ചാഴിക്കാടൻ സാന്നിധ്യം അറിയിച്ചു. G ശ്രീജിത്ത്, News 18 കോട്ടയം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സൺഡേ ന്യൂസിൽ രഞ്ജിത്ത് എത്തും. നമസ്കാരം.